energy and momentum of electromagnetic wave. ഇത് ഒരു electromagnetic വേവിന് we know that it has both electric field component and magnetic field component. Then U is the letter that used to represent the energy per unit volume. ശ്രദ്ധിക്കണം ഓരോ ടൈമും. U is the energy per unit volume. Energy per unit volume stored in electromagnetic wave or electromagnetic field. Then the equation for U is that U is equal to half into epsilon 0 E square plus B square by mu 0. അപ്പോൾ ഇവിടെ ഈ ഒരു കാര്യം നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. ദ എനർജി പെർ യൂണിറ്റ് വോളിയം ഒരു ഇലക്ട്രോ മാഗ്നറ്റിക്കിൻ്റെ വേവിൻ്റെ കേസിൽ എത്രയാണ്? അപ്പോൾ എനർജി പെർ യൂണിറ്റ് വോളിയം സ്റ്റോർഡ് ഇൻ ആൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇസ് റെപ്രസെൻറ്റഡ് ബൈ യു ആൻഡ് ദാറ്റ് യു ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു, നിങ്ങൾ നേരത്തെ കേട്ടുള്ളതാണ് ഹാഫ് എപ്സിലോൺ 0 E സ്ക്വയർ. നമ്മൾ കപ്പാസിറ്ററിൻ്റെ മറ്റു കേസിൽ ദ എനർജി സ്റ്റോർ ഹാഫ് എപ്സിലോൺ 0 E സ്ക്വയർ. ഹാഫ് കോമൺ ആണ്. എപ്സിലോൺ 0 ഇൻറ്റു E സ്ക്വയർ B സ്ക്വയർ ബൈ mu 0. Where epsilon 0 is the permittivity of free space and mu 0 is the permeability of the free space. ഇന്നലെ നമ്മൾ എവിടം വരെ ഇക്വേഷൻ നമ്പർ ഇട്ടേ? ഇക്വേഷൻ നമ്പർ 8 വരെ ഇട്ടല്ലേ? Now write it as equation number 9. So, in the case of a monochromatic plane wave, ഇന്നലെ നമ്മൾ ഇയും ബിയും മോണോക്രോമാറ്റിക് പ്ലെയിൻ വേവിൻ്റെ ഇയും ബിയും തമ്മിലുള്ള റിലേഷൻ പഠിച്ചായിരുന്നു. ഇയും ബിയും എങ്ങനെയാണ് റിലേറ്റ് ചെയ്തേക്കുന്നത്? സംയുക്ത. ഇയും ബിയും തമ്മിൽ നമ്മൾ റിലേഷൻ പ്രൂവ് ചെയ്ത് വന്നായിരുന്നു അല്ലേ? B0 ഈസ് ഈക്വൽ ടു സംതിങ് ഓഫ് ഇ. എങ്ങനെയായിരുന്നു നമുക്ക് കിട്ടിയിരുന്ന ഇക്വേഷൻ? സർ ഫൈനൽ ജനറലൈസ്ഡ് ചെയ്ത് പറഞ്ഞ ഇക്വേഷൻ ആണോ? അല്ല, അതിന് മുമ്പ് നമ്മൾ ഇയും ബിയും തമ്മിൽ ഒരു റിലേഷൻ പഠിച്ചായിരുന്നു, സി കൊണ്ട് യോജിപ്പിക്കുന്ന. ദറ്റ് മീൻസ് B0 ഈസ് ഈക്വൽ ടു 1/c ഇൻറ്റു ഇ. അത് പറഞ്ഞാൽ പോരെ, അല്ലേ? E0 അത് തന്നെയാണ് ജനറലൈസ് എഴുതിയപ്പം മുഴുവൻ പേരങ്ങ് കൊടുത്ത് എഴുതിയെന്നേ ഉള്ളൂ. സോ ബിക്ക് പകരം നമുക്ക് എന്നെ എടുക്കാം? 1/c ഇൻറ്റു ഇ എന്ന് എടുക്കാം. അപ്പം നോക്കിയാൽ ഇത് എന്തിനാ എടുത്തതെന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു B സ്ക്വയർ ഉണ്ട്, ഇതിന് എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഈ ബി എടുത്തിട്ട് കാര്യമില്ല, B സ്ക്വയർ ആക്കണം. സോ B സ്ക്വയർ ഈസ് ഈക്വൽ ടു 1/c സ്ക്വയർ ഇൻറ്റു E0. ശരിയല്ലേ? ഈ 1/c സ്ക്വയർ ഇൻറ്റു E0 എന്ന് പറയുന്നത് mu 0 എപ്സിലോൺ 0 1/c സ്ക്വയർ E0 സ്ക്വയർ E സ്ക്വയർ. ഇത് ശരിയാണോ നോക്കിയേ? B സ്ക്വയർ ഈസ് ഈക്വൽ ടു mu 0 എപ്സിലോൺ 0 E സ്ക്വയർ. ബിക്കോസ് സി എന്ന് പറയുന്നത് 1/√of mu 0 എപ്സിലോൺ 0 ആണ്. അപ്പം നമുക്ക് താഴെ ഒരു C സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ C സ്ക്വയർ എന്ന് പറയുന്നത് 1/ സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് പോവും, mu 0 എപ്സിലോൺ 0. അപ്പോൾ ഇവിടെ കൊടുത്തു കഴിയുമ്പോൾ ഡിനോമിനേറ്ററിൽ 1/mu 0 എപ്സിലോൺ 0. അപ്പോൾ അത് മുകളിൽ പോകുമ്പോൾ mu 0 എപ്സിലോൺ 0 E സ്ക്വയർ. ഇത് ക്ലിയർ ആയോ? മനസ്സിലായത്?
അർത്ഥന പറഞ്ഞ പെട്ടെന്ന് പറഞ്ഞു ഓരോരുത്തരും. ക്ലിയർ ആണോ ഇത്? മനസ്സിലായോ സർ? ക്ലിയർ ആണ്. ആ പെട്ടെന്ന് പറഞ്ഞു വിടുക കേട്ടോ. Then mu is equal to, sorry, u is equal to half into epsilon 0 e square plus എത്ര കിട്ടും? mu 0 epsilon 0 e square by mu 0. We can cancel this 2 mu 0. Then the expression is that half epsilon 0 e square plus epsilon 0 e square. രണ്ടും ഒരേ ടൈം തന്നെ കിട്ടിയില്ലേ? ശരിയല്ലേ? അപ്പം ഹാഫ് ഇൻറ്റു എപ്സിലോൺ ഇ സ്ക്വയർ പ്ലസ് ഹാഫ് ഇൻറ്റു എപ്സിലോൺ ഇ സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു 1/2 plus 1/2 that is equal to 1. u is equal to epsilon 0 e square. ഈയുടെ വാല്യൂ നമുക്ക് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. u is equal to epsilon 0 e0 സ്ക്വയർ cos ഓഫ് kz മൈനസ് ഒമേഗ ടി പ്ലസ്. എന്നാലും നമ്മൾ അവസാനം ഫൈ ഇട്ടാണോ ഡെൽറ്റ ഇട്ടാണോ എഴുതിയേ? നോക്കിയേ, ലാസ്റ്റ് ജനറൽ ഇക്വേഷൻ ഡെൽറ്റ ആയിരുന്ന ഫൈ ആണോ കൊടുത്തേ? ആ ഡെൽറ്റ കൊടുത്തു. എന്നാ e0 സ്ക്വയർ കോസ് സ്ക്വയർ, സോറി കോസ് സ്ക്വയർ സ്ക്വയർ ഇയുടെ സ്ക്വയർ. അപ്പോൾ e0 സ്ക്വയർ കോസ് സ്ക്വയർ kz മൈനസ് ഒമേഗ ടി പ്ലസ് ഡെൽറ്റ ഇൻറ്റു യൂണിറ്റ് വെക്ടർ n in z direction. That is equation number 10. ഒരു ഭാഗമായി. വലിയ ബുദ്ധിമുട്ടില്ല. ഇനി മായ്ക്കുവാണേ ഇക്വേഷൻ നമ്പർ 10 ചോദിക്കുമ്പോൾ ഒന്ന് പറഞ്ഞു തരണം. നൗ കൺസിഡർ ദ എനർജി ഫ്ലക്സ് ഡെൻസിറ്റി. അപ്പം നമ്മൾ എനർജി ആൻഡ് മൊമെൻ്റ് ആണ് ശരിക്കും നമ്മളുടെ ഇക്വേഷൻ അല്ലെങ്കിൽ ഹെഡിങ്ങിനകത്ത് ഉണ്ടായിരുന്നത്. പക്ഷെ അതിൻ്റെ എസ് ഐ എഴുതുമ്പം യുവും എസും ഞാൻ പറഞ്ഞുതരാം, 3 ടേം ഡിറൈവ് ചെയ്യാനുണ്ട്. സോ നെക്സ്റ്റ് ദ എനർജി ഫ്ലക്സ് ഡെൻസിറ്റി എത്രയാണ്? ദ എനർജി ഫ്ലക്സ് ഡെൻസിറ്റി due to the transportation of the electromagnetic wave. Due to the transportation of the electromagnetic wave. The energy flux density എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളതായിരിക്കും. കേട്ടെ, ഒരു പോയിന്റിംഗ് വെക്ടർ എന്ന് കേട്ടിട്ടുണ്ടോ? പോയിന്റിംഗ് വെക്ടർ. എനർജി ഫ്ലക്സ് ഡെൻസിറ്റി of an electromagnetic wave can be represented by pointing vector. കേട്ടിട്ടുണ്ടോ പോയിന്റിംഗ് വെക്ടർ? കീർത്തി, പോയിന്റിംഗ് വെക്ടർ കേട്ടിട്ടുണ്ടോ? ഇല്ല, ഉണ്ട്, കേട്ടിട്ടുണ്ട്. ആ ഡിഗ്രിക്ക് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. പോയിന്റിംഗ് വെക്ടർ ആണ് ആക്ച്വലി എനർജി ഫ്ലക്സ് ഡെൻസിറ്റി റെപ്രസെന്റ് ചെയ്യുന്നത്. ലെറ്റർ എസ്. The value of S is equal to 1/μ0 into E cross B. ഇതിനൊക്കെ മുകളിൽ നിങ്ങൾക്ക് സാധിക്കുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ഇടണം കേട്ടോ. S equal to 1/μ0 into E cross B. ഇവിടെ വരെ ഈ ഒരു ഇക്വേഷൻ അറിഞ്ഞാൽ മതി. ഇനി നമ്മൾ മുമ്പ് ഇതുപോലെ ബിയും ഇയും തമ്മിൽ റിലേഷനാണ് 1/μ0 into E cross 1/c into E. ശരിയല്ലേ? ശരിയല്ലേ? That is equal to, ഇനി നേരെ കിടക്കുന്നത് that is equal to c into epsilon 0 into e square എന്ന് കിട്ടണം. s equal to, ഇതാണ് ആൻസർ കിട്ടണം. നമുക്ക് ചെയ്തു നോക്കാം. ഇതിപ്പം c കോമൺ ആയിട്ട് കിട്ടണം. ഓക്കെ, ഇതിനെ നിങ്ങൾ എടുത്തിട്ട് 1/μ0 ഒരു സി കൊണ്ട് മുകളിലും താഴെയും കുടിച്ചാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. c/c ഇൻറ്റു ഇ ക്രോസ് 1/c ഇൻറ്റു ഇ. ദാറ്റ് ഇസ് ഈക്വൽ ടു 1/μ0 ഇൻറ്റു c/c സ്ക്വയർ. ഈ സീന് ഇങ്ങ് കൊടുത്തു ഇൻറ്റു ഇ ക്രോസ് ഇ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു
1/μ0 ഇൻറ്റു ഈ സി സ്ക്വയറിന്റെ വാല്യൂ എത്രയാണ്? മുമ്പേ ചെയ്ത സി ഈക്വൽ ടു 1/√μ0 സി സ്ക്വയർ ഈസ് ഈക്വൽ ടു 1/μ0 അപ്പം സി ഡിവൈഡഡ് ബൈ 1/μ0 അപ്പം ഇത് രണ്ടും വെട്ടിക്കളയാം. ഈ ε0 മോളി വരും ഇൻറ്റു ഇ ക്രോസ് സി. ദാറ്റ് ഈസ് ഈക്വൽ ടു സി ഇൻറ്റു ε0 ഇൻറ്റു ഇ ക്രോസ് സി. പെർപെൻഡിക്കുലർ ആണെന്നുള്ള കമ്പൗണ്ട് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ബിക്കോസ് എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു എ ബി സൈൻ തീറ്റ ഇ സി ε0 ഇ സ്ക്വയർ. യെസ്, പറ്റുമോ തെളിയിക്കാൻ? സിമ്പിൾ അല്ലേ? ഞാൻ ആൻസർ എഴുതിയിട്ട് തെളിയിച്ചത് ആ സ്റ്റെപ്പിലേക്ക് തന്നെ വരാനാണ് കേട്ടോ. മനസ്സിലായോ ബില്ലേ? മനസ്സിലായി സാർ. എസ് എടുത്തു, μ0 എടുത്തു. ബിക്കോസ് ഇന്നലെ പറഞ്ഞ പരിമിതി തന്നെയാണ് നമുക്കുള്ളത്. ഡെറിവേഷൻ ഒന്നും നമ്മളുടെ കയ്യിലില്ല. ബട്ട് വി വാണ്ട് ടു ക്രിയേറ്റ് ഇറ്റ്. ഇല്ലെങ്കിൽ നമ്മളിതെല്ലാം അങ്ങനെ അറിഞ്ഞിരിക്കണം. ദാറ്റ് ഈസ് ഓൾസോ ഡിഫിക്കൽട്ട്. സോ വി മൾട്ടിപ്ലൈ ആൻഡ് ത്രീ ഔട്ട് ഡിവൈഡ്. ഒരു കുഴപ്പമില്ലല്ലോ ഇവിടെ ചെയ്യുന്നതിന്. ഒരേ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡ് ചെയ്തു. ഇതോട് കോമൺ ആക്കിയപ്പം പുറത്ത് സി സ്ക്വയർ എടുത്തു. സി സ്ക്വയർ റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് μ0 പോയി, ε0 താഴെ ഇവിടെ ഡിനോമിനേറ്ററിന്റെ ഡിനോമിനേറ്റർ. സോ അത് ന്യൂമറേറ്ററിൽ വന്നു. സോ എസ് ഈക്വൽ ടു സി ε0 ഇ സ്ക്വയർ. അങ്ങനെയെങ്കിൽ അതിനെ എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു സി ഇൻറ്റു ε0 ഇൻറ്റു ഈ സ്ക്വയറിന്റെ വാല്യൂ എന്നാ? E0 സ്ക്വയർ കോസ് സ്ക്വയർ ഓഫ് KZ മൈനസ് ഒമേഗ ടി പ്ലസ് ഡെൽറ്റ ഇൻറ്റു യൂണിറ്റ് വെക്ടർ n. ഈവൻ എന്നാണ് ഈയുടെ വാല്യൂ എങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ട് പരിചയം കാണും. ഇനി നോക്കിയേ, നേരത്തെ നമ്മൾ യുവിൻ്റെ ഇക്വേഷൻ എന്നാ എഴുതിയേ? ഞാൻ നിങ്ങളോട് ചോദിക്കൂ എന്ന് പറഞ്ഞായിരുന്നു. യു എന്ന് പറയാവോ? ε0 ε0 ഇ സ്ക്വയർ കോസ് സ്ക്വയർ ഓഫ് ദാറ്റ് വാല്യൂ ഇൻറ്റു ഡെൽറ്റ അല്ലേ? അപ്പൊ നോക്കി, ആ ടേം ഇവിടെ ഉണ്ടല്ലോ. ε0 ഇ സ്ക്വയർ ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ എത്രയായിരുന്നു? 10 അല്ലേ? 10നെ റീകോൾ ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് സിംപ്ലി വെരി ബ്യൂട്ടിഫുൾ ഇക്വേഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു സി യു അല്ലേ ഇൻറ്റു യൂണിറ്റ് വെക്ടർ ഇസ്. കണ്ടോ എനർജി ഫ്ലക്സ് ഡെൻസിറ്റി കിട്ടിയത്? സി ഇൻറ്റു യു ഇൻറ്റു ഇസഡ്. എനി ഡൗട്ട്? നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു, ഇപ്പൊ എഴുതിയ ഇക്വേഷൻ നമ്പർ 11 ഒന്ന് കൊടുത്തരും കേട്ടോ. ഏത് ഇക്വേഷൻ ആണെന്ന് ചോദിച്ചാൽ സി യു ഇസഡ് എന്ന് എഴുതിയല്ല, അതിന് മുമ്പിലത്തെ ഇക്വേഷൻ. ദാറ്റ് മീൻസ് ഒന്ന് എഴുതിയിട്ടേക്കാം. അപ്പൊ പിന്നെ ആവശ്യം വന്നാൽ യു ഈക്വൽ ടു ε0 ഇ സ്ക്വയർ കോസ് സ്ക്വയർ KZ മൈനസ് ഒമേഗ ടി പ്ലസ് ഡെൽറ്റ ഇൻറ്റു യൂണിറ്റ് വെക്ടർ ഇസഡ്. എസ് ഈക്വൽ ടു ε0ക്ക് മുമ്പ് ഒരു സിയും കൂടെയും വരും. അത്രയും വ്യത്യാസമുള്ളൂ, പഠിക്കാൻ നല്ല എളുപ്പം. ε0 ഇ സ്ക്വയർ കോസ് സ്ക്വയർ ഓഫ് KZ മൈനസ് ഒമേഗ ടി പ്ലസ് ഡെൽറ്റ ഇൻറ്റു യൂണിറ്റ് വെക്ടർ ഇസഡ്. ഇതിനാണ് ഞാൻ പറഞ്ഞത്, ഇത് ഇക്വേഷൻ നമ്പർ 10, ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 11. എല്ലാവരുടെയും എൻ്റെയും ഒരേപോലെ ഇക്വേഷൻ ആണെങ്കിൽ ഓരോന്ന് തെളിയിച്ചു പോകുമ്പോൾ ആ ഇക്വേഷൻ എടുക്കെന്ന് പറയുമ്പം ശരിയാവുള്ളൂ. സോ ബി വെരി കെയർഫുൾ. നൗ ഇനി നമ്മൾ ഒരു ഡെൽറ്റ ടി സമയം കൊണ്ട്, കൺസിഡർ എ ടൈം ഡെൽറ്റ ടി, ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് സഞ്ചരിക്കുന്ന എടുക്കാൻ പോവാം. അതായത് ഇതൊരു സിലിണ്ടർ പോലെ കേട്ടോ, ഇത് റൗണ്ട് ആണിത്. ഇപ്പം ഡെൽറ്റ ടി സമയം കൊണ്ട് ക്യാപിറ്റൽ എ ഏരിയയിലൂടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ വെലോസിറ്റി എത്രയാണ്? സി എന്ന് പറയുന്ന വെലോസിറ്റിയിൽ മൂവ് ചെയ്യുവാണെങ്കിൽ ഇത് ട്രാവൽ ചെയ്ത ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരിക്കും? ഈ വാല്യൂ എത്രയായിരിക്കും? വെലോസിറ്റി ഈസ് ഈക്വൽ ടു x/t
എക്സ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. സോ സി ഇൻറ്റു ഡെൽറ്റ ടി ആയിരിക്കും ഈ വാല്യൂ. ശരിയല്ലേ? വേണമെങ്കിൽ ഒരു ആക്സിസ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് എത്രമാത്രം പോയി എന്ന് കണക്കാക്കാൻ സി ഇൻറ്റു ഡെൽറ്റ ടി ദൂരം സി വെലോസിറ്റിയിൽ എ ഏരിയ ഉള്ള ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നിരിക്കട്ടെ. ഓക്കെ, ദെൻ ദ എനർജി ഇതിനകത്ത് സ്റ്റോർ ചെയ്യുന്ന അല്ലെ അങ്ങനെ പോകുന്ന ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവില് സ്റ്റോർ ചെയ്യുന്ന എനർജി എത്രയാണ്? 1 സെക്കൻഡ്. ആദ്യം ടോട്ടൽ എനർജി ഞാൻ എഴുതി കാണിക്കാം. ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു ടോട്ടൽ എനർജി ക്യാരി ദിസ് വൺ. ഇത് എത്ര എനർജി ക്യാരി ചെയ്യുന്നുണ്ടെന്ന്. ക്യാരിങ് എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ എഴുതണം. ക്യാരിങ് ആൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് വിത്ത് ലെങ്ത് സി ഡെൽറ്റ ടി ആൻഡ് വിത്ത് ലെങ്ത് സി ഡെൽറ്റ ടി ആൻഡ് ഏരിയ ക്യാപിറ്റൽ. വാല്യൂ ഇങ്ങനെയാണ്. ഇ ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ നേരത്തെ എഴുതിയ യു ആയതുകൊണ്ട് യു ഈസ് ഈക്വൽ ടു എത്രയാണോ യു, അല്ലെങ്കിൽ നിങ്ങൾ നോക്കിയാൽ യു ആണ് അതിൻ്റെ എനർജി എന്നിരിക്കട്ടെ. യു ഇൻറ്റു എന്ന് എഴുതണ്ട. യു ഇൻറ്റു അത്രയും ഏരിയ ഇൻറ്റു അത്രയും ഡിസ്റ്റൻസ്. അതല്ലേ ഇതിനകത്തുള്ള മൊത്തം. സി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ യു എന്ന് പറഞ്ഞാൽ എന്നായിരുന്നു? എനർജി പെർ യൂണിറ്റ് വോളിയം ആയിരുന്നു അല്ലേ? യു എനർജി പെർ യൂണിറ്റ് വോളിയം. അപ്പം ഇവിടുത്തെ വോളിയം കണക്കാക്കിയാൽ മതി. ഏരിയ ഇൻറ്റു ദിസ് ഡിസ്പ്ലേസ്മെന്റ്, then that is equal to the volume. So the total energy due to the propagation of this waveguide, that is equal to u into a into u into a into c delta t. ശ്രുതി മനസ്സിലായോ? കുഴപ്പമൊന്നുമില്ലോ. അതായത് അത്ര ഇതാണെങ്കിൽ വെലോസിറ്റി ഈസിക്കൽ ടെക്സ്റ്റ് ഇങ്ങനെയൊക്കെ എടുത്തു വരണം. ടെക്സ്റ്റ് നോക്കിയാൽ ഇച്ചിരി പാടാണ്. ഇങ്ങനെ എടുത്തു വന്ന് ഇങ്ങനെയായി ടോട്ടൽ എനർജി അതിൻ്റെ അത്രയാന്ന് പറയാം. ദെൻ ഇത്രയാണ് എനർജിയുടെ ടേംസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ മൊമെൻറ്റം. ദ മൊമെൻറ്റം ഡെൻസിറ്റി. മൊമെൻറ്റം ഡെൻസിറ്റി റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന ലെറ്റർ ഗ്രിഫിത്തിന്റെ ടെക്സ്റ്റൈൽ ഈ ലെറ്റർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് ഇടാൻ പറ്റുമോ? അതായത് മൊമെന്റത്തിന്റെ പി ഒരു മറ്റൊരു മോഡിഫിക്കേഷനിൽ എഴുതിയെന്നേ ഉള്ളൂ. ദ മൊമെന്റം ഡെൻസിറ്റി ഓഫ് ദ ഇലക്ട്രിക്. അതായത് ഇങ്ങനെ നോക്കി എഴുതിയാൽ മതി. മൊമെന്റം ഡെൻസിറ്റി ഓഫ് ദ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. ലെറ്റ് റോ ഇ എം ഈസ് ദ മൊമെന്റം ഡെൻസിറ്റി of the electromagnetic wave in terms of Poynting vector. നിങ്ങൾ പോയിന്റിംഗ് വെക്ടർ എന്ന് എഴുതിക്കോട്ടെ. എസ് ആണ് പോയിന്റിംഗ് വെക്ടർ. അങ്ങനെയെങ്കിൽ റോ ഓഫ് ഇ എം ഈസ് ഈക്വൽ ടു 1/c² എസ് ആണ്. ഇത് നമുക്കറിയാം. ഇനി എസിന്റെ വാല്യൂ എത്രയാണ്? റീകോൾ ചെയ്ത ഇക്വേഷൻ നമ്പർ 11. 1/c² ഇൻറ്റു വിഷ്ണു 1/c² ഇൻറ്റു എസിന്റെ വാല്യൂ എത്രയാ? വിഷ്ണു പി വി പറ. 1/c² ഇൻറ്റു എസ് ഇക്വേഷൻ നമ്പർ 11. C into epsilon 0. C into epsilon 0 E square. Square. Okay. Cos square kz minus omega t plus delta into z. അപ്പം നമുക്ക് ഇവിടെ എന്നാ ചെയ്യാൻ പറ്റും? രണ്ട് ക്യാൻസൽ ചെയ്യാം. സിയും സിയും ക്യാൻസൽ ചെയ്യാം.
then that value become 1 by c എന്നാവും അല്ലേ? 1 by c. പിന്നെ ഇതേതാണിത്? ഇതേതാ വിഷ്ണു? എപ്സിലോൺ 0 ഇ സ്ക്വയർ എന്നുള്ളത് എന്നായിരുന്നു? UL. u. Very good. That is equal to 1 by c into u into unit vector z. Then that is equal to the momentum density. Rho em is equal to 1 by c into u into unit vector z. Let's take it as equation number 12. Clear അല്ലേ ഇവിടം വരെ എഴുതാൻ? ഇനി ഇതിന്റെ ആവറേജ് വാല്യൂ എടുക്കുന്നു. ഇത്രയും കൊണ്ട് തീർന്നു പരിപാടി. നെക്സ്റ്റ് വി വാണ്ട് ടു ടേക്ക് ദ ആവറേജ് വാല്യൂ. ഇപ്പൊ കണ്ടുപിടിച്ച യുവിൻ്റെയും എസിൻ്റെയും ഡെൻസിറ്റിയുടെ ആ റോന്ന് ഞാനങ്ങ് വിളിക്കാം. എപ്പോഴെപ്പോഴും മൊമെന്റം ഡെൻസിറ്റി റോയുടെയും ആവറേജ് വാല്യൂ എടുക്കുന്നു. ഫൈൻഡ് ഔട്ട് or calculate the average value of the u പിന്നെ s momentum. The average value is represented by നമ്മൾ ബ്രായും കെറ്റും പഠിച്ചതല്ലേ ക്വാണ്ടം മെക്കാനിക്സിൽ? ഇങ്ങനെ പഠിച്ചതല്ലേ നിങ്ങൾ? ബ്രാ കെറ്റ് പഠിച്ചതല്ലേ? ശരത്ത് പഠിച്ചതല്ലേ ഇത്? ആ പിന്നെ ചോദിച്ചാൽ പറഞ്ഞ നിങ്ങൾ മിണ്ടായിരിക്കണം ഇങ്ങനെ. അപ്പൊ സോ ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് ഈസ് റെപ്രസെന്റ് ആക്ച്വലി ദ ആവറേജ് വാല്യൂ. The average value is represented by the bracket. So ഇനി ഇതിനകത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ യുവിൻ്റെ ഇക്വേഷൻ ആയിരുന്നു യു ഈക്വൽ ടു എപ്സിലോൺ 0 ഇ സ്ക്വയർ കോസ് സ്ക്വയർ ഓഫ് കെ ഇസഡ് മൈനസ് ഒമേഗ ടി പ്ലസ് ഡെൽറ്റ എന്നാണ്. എൻ്റെ യൂണിറ്റ് വെക്ടർ ഇസഡ് തന്നിരിക്കട്ടെ. ഈ കോസ് സ്ക്വയറിൻ്റെ ആവറേജ് വാല്യൂ, ഇത് ശരിക്കും ഗ്രിഫിത്ത് ചെയ്തിരിക്കുന്ന ഇങ്ങനെയാണ്. ഒരു ഫുൾ സൈക്കിൾ വേവ് കടന്നു പോകുമ്പോൾ ആക്ച്വലി ഇത് 0 to 2π അതൊരു സർക്കിളിന് ഇക്വലൻ്റാ അല്ലേ? അപ്പം സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എത്രയാണ്? 1. ഇനി അദ്ദേഹം അസ്യൂം ചെയ്തത് ഇഫ് സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു കോസ് തീറ്റ ദെൻ ഇതിനെ എങ്ങനെ എഴുതാം? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1 അല്ലേ? അല്ലെങ്കിൽ രണ്ടിനെയും കോസിന്റെ ടേമിൽ എഴുതി കഴിഞ്ഞാൽ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1. 2 കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1. സോ കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1/2. ഇങ്ങനെയാണ് ഫുഡ് നോട്ടിലായിട്ട് അദ്ദേഹം തന്നിട്ടുണ്ട്, വായിച്ചു നോക്കിയാൽ മതി. സോ ഈ കോസ് സ്ക്വയർ ഓഫ് ഇതിൻ്റെ ആവറേജ് വാല്യൂ എത്രയാണ്? 1/2 ആയിരിക്കും. അങ്ങനെയെങ്കിൽ യു എത്രയാകും? യു ഈസ് ഈക്വൽ ടു ആവറേജ് വാല്യൂ ഓഫ് യു ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 ഇ സ്ക്വയർ 1/2 or average value of u is equal to half epsilon 0 e square. അങ്ങനെയെങ്കിൽ എസിന്റെ വാല്യൂ എങ്ങനെയാവും? എസ് എന്ന് പറയുന്നത് സി യു ഇസഡ് എന്നായിരുന്നു. അല്ലെങ്കിൽ എസിന്റെ വാല്യൂ സി എപ്സിലോൺ 0 ഇ സ്ക്വയർ കോസ് സ്ക്വയർ ഓഫ് കെ ഇസഡ് സംതിങ് ഒമേഗ ടി. അപ്പം സി എപ്സിലോൺ 0 ഇ സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയറിൻ്റെ ആവറേജ് എത്രയാണെന്നാ പറഞ്ഞേ? അഗെയിൻ അത് 1/2 ആവും. 1/2 സി എപ്സിലോൺ 0 ഇ സ്ക്വയർ. ഇവിടെ യൂണിറ്റ് വെക്ടർ ഉണ്ട് കേട്ടോ, യൂണിറ്റ് വെക്ടർ ഇസഡ്. നേരത്തെ നിങ്ങൾ എഴുതി നോക്കിയാൽ മതി. എസിന് ചെയ്തു വന്നപ്പോൾ അവസാനം ഒരു യൂണിറ്റ് വെക്ടർ കൊടുക്കണം. അതുപോലെ മൊമെന്റത്തിന് യൂണിറ്റ് വെക്ടർ കൊടുക്കണം. അതുപോലെ തന്നെ ആവറേജ് വാല്യൂ ഓഫ്
മൊമെന്റം ഡെൻസിറ്റി രണ്ടും ഇങ്ങനെ ഇങ്ങനെ ഇടണം കേട്ടോ. ബ്രാക്കറ്റ് അറിയാൻ ഞാൻ ഇട്ട് പോണതാണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 1/c എപ്സിലോൺ 0 ഇ സ്ക്വയർ പിന്നെ 1/2 കോസ് സ്ക്വയറിൻ്റെ ആവറേജ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 1/2c എപ്സിലോൺ 0 ഇ സ്ക്വയർ അല്ല സോറി E0 സ്ക്വയർ. ഇത് E0 സ്ക്വയർ, ഈ സ്ക്വയർ അല്ല, ഈ സ്ക്വയർ ആണ് വീണ്ടും കോസ് സ്ക്വയർ ഉണ്ട്. കോസ് സ്ക്വയറിൻ്റെ ആവറേജ് എടുത്തപ്പോൾ E0 സ്ക്വയർ. So these are the final equation, very, very important. We calculated the average value for energy stored per unit volume, energy flux density, and momentum density. Now, ആ ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ ഇൻറ്റൻസിറ്റി എത്രയായിരിക്കും? ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്നാ ഡെഫിനിഷൻ? The average power per unit area. The average power per unit area transported by an electromagnetic wave is called its intensity, and the intensity is equivalent to, not equal to, the equivalent intensity of an electromagnetic wave is equivalent to the average value of S. S എന്ന് പറഞ്ഞാൽ എന്നായിരുന്നു? എനർജി പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം. വെയർ എസ് ആവറേജ് എന്ന് പറയുമ്പം എനർജി പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം എന്ന് പറയുന്നത് തന്നെയായിരിക്കും ആ വേവിൻ്റെ ഇൻറ്റൻസിറ്റി. അങ്ങനെയെങ്കിൽ എസിൻ്റെ ഇക്വേഷൻ എന്താണ്? therefore I equivalent to half into c into epsilon 0 E0 സ്ക്വയർ. ശരിയല്ലേ? ഇനി ഒരു കാര്യം ഇവിടെ പറയുന്നു, വെൻ ആൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഫാൾസ് ഓൺ എ ബോഡി. ഇപ്പം നമ്മൾക്കറിയാം റേഡിയേഷനൊക്കെ പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഒരു ബോഡിയിലോട്ട് വന്ന് ഫാൾ ചെയ്യും. ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഒരു ബോഡിയിലോട്ട് വന്ന് ഫാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു പെർഫെക്റ്റ് അബ്സോർബർ ആണെങ്കിൽ, if it is a പെർഫെക്റ്റ് അബ്സോർബർ എന്ന് പറഞ്ഞാൽ എന്നാ? അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ബ്ലാക്ക് ബോഡി എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് റേഡിയേറ്റർ ആയിരിക്കും. മുഴുവൻ റേഡിയേഷനെ തിരിച്ചു കൊടുക്കും. അബ്സോർബർ 100% അബ്സോർബ് ചെയ്യും. അങ്ങനെയെങ്കിൽ ഇവിടുന്ന് ഈ ബോഡിക്ക് കിട്ടുന്ന മൊമെന്റം എത്രയാണ്? ദ മൊമെന്റം ട്രാൻസ്ഫർ ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു, അല്ലെ ഈക്വൽ ടു ഇക്വലന്റ് എന്ന് കിട്ടും. ഇപ്പം നമ്മൾ ഈ ബോഡി എടുക്കണ്ട, അപ്പം എന്താ വെച്ചാൽ അതിന് ഏരിയയും ഇതും പറയാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ മുമ്പേ എടുത്ത ബോഡി എടുക്കാമല്ലോ. അപ്പം അതിന് ഏരിയ എയും നമ്മൾ മുമ്പേ ഇങ്ങനെ ഒരു പടം വരച്ചായിരുന്നു, ഓർമ്മിക്കുന്നില്ലേ? ഏരിയ എത്രയായിരുന്നു? എ. ഡിസ്റ്റൻസ് എത്രയായിരുന്നു? സി ഡെൽറ്റ ടി. അപ്പം ഇതിൻ്റെ വോളിയം എത്രയായി? എ ഇൻറ്റു സി ഡെൽറ്റ ടി. therefore the momentum transferred to this body is equal to the average value of momentum density into A into C into delta T. തീർന്നു. ഇതെങ്ങനെ ഈ ഫിഗർ എടുത്ത് എന്തിനാന്ന് മനസ്സിലായോ? ഇപ്പം നമുക്കല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ബോഡി അല്ല, ഞാൻ ചുമ്മാ ഒരെണ്ണം വരച്ചപ്പോൾ എനിക്കത് എഴുതാൻ പറ്റില്ല. അപ്പം നമ്മൾ മുമ്പേ എടുത്ത ബോഡി തന്നെ എടുത്തിട്ട് അതിൻ്റെ ഏരിയ എ ആണെന്നും സി സ്പീഡിൽ ഡെൽറ്റ ടി സമയം കൊണ്ട് അതിനകത്ത് വീഴുന്ന മൊമെന്റം, അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് വന്ന് വീഴുന്നത് മൂലം അതിന് കിട്ടുന്ന മൊമെന്റം, അങ്ങനെയൊക്കെ എഴുതാം, സെന്റൻസ് ആയിട്ട് എഴുതാൻ വേണേ. മൊമെന്റം ഈസ് ഈക്വൽ ടു ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു
average value of momentum density into A into C delta T.